السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില മസ്അലകളെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. നാം നിത്യവും ചെയ്യുന്ന നമ്മുടെ നിസ്കാരം, ആ നിസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ മുന്നോടിയായി നാം നന്നായി വുളു എടുത്തിരിക്കണം. നമ്മുടെ വുളു പൂർണ്ണമാകണം. കഴുകാൻ പറഞ്ഞ സ്ഥലത്തൊക്കെ നന്നായിട്ട് കഴുകണം. തടവാൻ പറഞ്ഞ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തടവണം. ഏതെങ്കിലും ഒരു ഭാഗത്ത് വെള്ളം നിർബന്ധമായും എത്തേണ്ടുന്ന സ്ഥലത്ത് വെള്ളം എത്തിയില്ലെങ്കിൽ നമ്മുടെ വുളു സഹീഹാകാതെ വരും. അപ്പോൾ വുളു സഹീഹായില്ലെങ്കിൽ നമ്മുടെ നിസ്കാരവും സഹീഹാകാതെ വരും. വുളുവിൻ്റെ പൂർണ്ണമായ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് പരമാവധി നാം വുളു ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. പള്ളിയിലൊക്കെ പോകുന്ന പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ പൂർണ്ണമായ നിലക്ക് വുളു ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പോകലാണ് സുന്നത്ത്. പള്ളിയിലെത്തിയിട്ട് വുളു എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് സുന്നത്ത് എന്താണ്? നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ വുളുവൊക്കെ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പോകലാണ്. അപ്പം വുളു ചെയ്യുന്ന സമയത്ത് നാം വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. നാം പള്ളിയിൽ വെച്ച് വുളു ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് നാം വുളു ചെയ്യുകയാണെങ്കിലും ഖിബലക്ക് മുന്നിട്ടുകൊണ്ട് വുളു ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് വെച്ചാണ് നാം വുളു ചെയ്യേണ്ടത്. വുളു ചെയ്യുമ്പോൾ ഖിബലക്ക് മുന്നിടുക എന്നത് വുളുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഖിബലക്ക് മുന്നിട്ട് കൊണ്ടല്ലാതെ ഒരാൾ വുളു ചെയ്താൽ അവൻ്റെ വുളു സഹീഹാകുമെങ്കിലും ഖിബലക്ക് മുന്നിട്ട് കൊണ്ട് വുളു ചെയ്യൽ വുളുവിൻ്റെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ആ കാര്യം നാം നന്നായി ശ്രദ്ധിക്കണം. പള്ളിയിൽ വെച്ച് നാം വുളു ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് നാം വുളു ചെയ്യുകയാണെങ്കിലും ഖിബലക്ക് മുന്നിട്ടുകൊണ്ട് വുളു ചെയ്യാൻ പറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് വെച്ചാണ് നാം വുളു ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം നല്ല നല്ല കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ നന്നായി ചെയ്യാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അങ്ങനെ ഖിബലക്ക് മുന്നിട്ട് കൊണ്ട് വുളു ചെയ്യുമ്പോൾ നാം പൈപ്പിൽ നിന്നൊക്കെ വുളു ചെയ്യുന്ന സമയത്ത് നാം നന്നായി ശ്രദ്ധിക്കണം. അമിതമായി വെള്ളം ഉപയോഗിക്കൽ കറാഹത്താണ്. നമ്മുടെ വീട്ടിൽ തീരെ വെള്ളത്തിന് ക്ഷാമമില്ല. വളരെ സമൃദ്ധമായ നിലക്ക് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് നാം താമസിക്കുന്ന സ്ഥലമെങ്കിലും അനാവശ്യമായി വെള്ളം ഉപയോഗിക്കൽ കറാഹത്താണ്. ഇനി പള്ളിയിൽ നിന്നൊക്കെ നാം നന്നായി ശ്രദ്ധിക്കണം. അത് മുസബ്ബലായ വെള്ളമാണെങ്കിൽ, വുളു ചെയ്യാൻ വേണ്ടി വഴിയാക്കപ്പെട്ട വെള്ളമാണെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് വുളു ചെയ്യുമ്പോൾ 3 കൂടുതൽ വുളു ചെയ്യൽ അത് ഹറാമായി വരും. ആ കാര്യം നാം നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അമിതമായി വെള്ളം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. വെള്ളം അമൂല്യമാണ്. വെള്ളം അമൂല്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം വെള്ളം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ വുളു ചെയ്യുന്ന സമയത്ത് പൈപ്പിൽ നിന്നൊക്കെ വുളു എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം വുളു ചെയ്യാൻ. ചില ആളുകളൊന്നും ഈ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ലാത്തവരാണ്. ആ ആളുകളൊക്കെ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ വുളു ചെയ്യുമ്പോൾ ഖിബലക്ക് മുന്നിട്ടുകൊണ്ട് വുളു ചെയ്യലാണ് സുന്നത്ത്.
അങ്ങനെ ഖിബിലക്ക് മുന്നിട്ടുകൊണ്ട് വുളു ചെയ്യുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? മുൻകൈ കഴുകുമ്പോൾ നാം ചൊല്ലേണ്ടത്, നാം കരുതേണ്ടത് എന്താണ്? മുൻകൈ കഴുകുമ്പോൾ നാം കരുതേണ്ടത് എന്താണ്? മുൻകൈ കഴുകുമ്പോൾ തന്നെ ആദ്യമായി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നാം ചൊല്ലാറുണ്ടല്ലോ. അത് ചെല്ലുന്നതിന് മുമ്പ്, അതുപോലെ ബിസ്മി ചെല്ലുന്നതിന് മുമ്പ്, അഊദു ബിസ്മിയൊക്കെ ചെല്ലുന്നതിന് മുമ്പ് മുൻകൈ കഴുകുമ്പോൾ സുന്നത്തുണ്ട്. നവൈത്ത് സുനനൽ വുളൂഇ, വുളുവിന്റെ സുന്നത്തിനെ ഞാൻ കരുതി എന്ന് നാം നിയ്യത്ത് ചെയ്യണം. മുൻകൈ കഴുകുമ്പോൾ തന്നെ വുളുവിന്റെ സുന്നത്തിനെ ഞാൻ കരുതി എന്ന് അവൻ നാവുകൊണ്ട് പറയുകയും മനസ്സുകൊണ്ട് അവൻ കരുതുകയും വേണം. പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു, അൻ യൻവിയ ബിഖൽബിഹി, അവന്റെ മനസ്സുകൊണ്ട് അവൻ കരുതണം. വയഖൂല ബിലിസാനിഹി, അവന്റെ നാവ് കൊണ്ട് അവൻ പറയുകയും വേണം. എന്താണ് പറയേണ്ടത്, എന്താണ് കരുതേണ്ടത്? നവൈത്ത് സുനനൽ വുളൂഇ, വുളുവിന്റെ സുന്നത്തിനെ ഞാൻ കരുതി എന്ന നിയ്യത്ത് മുൻകൈ കഴുകുമ്പോൾ ഉണ്ടാവേണ്ടതാണ്. ആ നിയ്യത്ത് അഊദുവിനോടും ബിസ്മിയോടും യോജിക്കണം. ആ നിയ്യത്ത് ചെയ്ത് കുറെ കഴിഞ്ഞതിൻ്റെ ശേഷമല്ല അഊദു ചെല്ലേണ്ടത്, അതുപോലെ ബിസ്മി ചെല്ലേണ്ടത്. ആ നിയ്യത്ത് അഊദുവിനോടും ബിസ്മിയോടും യോജിച്ച് വരേണ്ടതാണ്. അപ്പൊ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവന്റെ മനസ്സിൽ അവൻ കരുതണം, നാവ് കൊണ്ട് അവൻ പറയുകയും വേണം, നവൈത്ത് സുനനൽ വുളൂഇ. അല്ലെങ്കിൽ അതിൻ്റെ മലയാളം പറഞ്ഞാലും മതി, അറബിയിൽ തന്നെ ആകണമെന്നില്ല. നവൈത്ത് സുനനൽ വുളൂഇ, വുളുവിന്റെ സുന്നത്തിനെ ഞാൻ കരുതി എന്നാണ് അവൻ മുൻകൈ കഴുകുന്ന സമയത്ത് നിയ്യത്ത് ചെയ്യേണ്ടത്. എന്നിട്ട് അവൻ അഊദു ഓതണം, എന്നിട്ട് ബിസ്മി ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണല്ലോ ബിസ്മിയുടെ പൂർണ്ണമായ രൂപം. എന്നാൽ ബിസ്മില്ല എന്ന് പറഞ്ഞാലും മതിയാകുന്നതാണ്. അതിൻ്റെ പൂർണ്ണമായ രൂപം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ്. എന്നാൽ ബിസ്മിയെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ബിസ്മി എന്ന് പറയുന്ന ആ മഹത്തായ ദിക്ർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് എല്ലാ നല്ല കാര്യത്തിലും ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അവൻ ചൊല്ലേണ്ടതാണ്. നല്ല കാര്യം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണത്? ഖുർആൻ ഓതുക, അതുപോലെ ഗ്രന്ഥരചന നടത്തുക. ഖുർആൻ ഓതുമ്പോഴും ഗ്രന്ഥരചന നടത്തുമ്പോഴും സുർമയിടുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും അതുപോലെ സുന്നത്താക്കപ്പെട്ടതോ ഫറലാക്കപ്പെട്ടതോ ആയ കുളിക്കുന്ന സമയത്തും അതുപോലെ തയമ്മും ചെയ്യുന്ന സമയത്തും അറവിൻ്റെ സമയത്തും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. ഇനിയോ ബിസ്മി ചൊല്ലൽ സുന്നത്തുള്ള ഒരു കാര്യത്തിൽ ബിസ്മി അങ്ങ് ഒഴിവായി പോയാൽ അവൻ ഓർമ്മ വന്നത് മുതൽ ആ സമയത്ത് അവൻ ചൊല്ലിക്കൊള്ളണം, ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു, ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്നവൻ ചൊല്ലണം. ബിസ്മി ചൊല്ലൽ സുന്നത്തുള്ള ഒരു കാര്യത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നുപോയിട്ട് അതിൻ്റെ നടുവിലാണ്, ആ കാര്യത്തിൻ്റെ നടുവിലാണ് അവന് ബിസ്മി ഓർമ്മ വന്നതെങ്കിൽ, അത് ഭക്ഷണം കഴിക്കുമ്പോഴായാലും ബിസ്മി ചൊല്ലൽ സുന്നത്തുള്ള മറ്റേതെങ്കിലും കാര്യത്തിലായാലും, അപ്പോൾ ഓർമ്മ വന്ന സമയം മുതൽ ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു എന്ന് അവൻ ചൊല്ലൽ സുന്നത്തുണ്ട്. എന്നാൽ ബിസ്മിയും അഊദുമൊക്കെ ചൊല്ലിയതിൻ്റെ ശേഷം പിന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ, ഇതൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി പറയുകയാണ്.
ഇതിന്റെ അർത്ഥസഹിതം നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കേണ്ടതുണ്ട്. വുളൂ ചെയ്യുന്ന സമയത്ത് നാം ചൊല്ലുന്ന ദിക്റിന്റെ അർത്ഥം എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അതിന്റെ അർത്ഥം നമുക്കറിയാം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്നതാണ് ബിസ്മിയുടെ അർത്ഥം. അഊദുവും ബിസ്മിയൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅൽ മാഅ തുഹൂറാ എന്ന് ചൊല്ലണം. ഇത് എല്ലാ അവയവം കഴുകുന്ന സമയത്തും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, പിന്നെ അൽഹംദുലില്ലാഹില്ലദീ ജഅൽ മാഅ തുഹൂറാ എന്ന് വേണ്ട. അത് മുൻകൈ കഴുകുമ്പോൾ മാത്രം. മറ്റെല്ലാ അവയവം കഴുകുന്ന സമയത്തും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. എല്ലാ അവയവം കഴുകുമ്പോഴും ആ ദിക്ർ ചൊല്ലണം. ഇനി മുൻകൈ കഴുകുമ്പോഴോ ഈ ദിക്ർ ചൊല്ലിയതിന്റെ ശേഷം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅൽ മാഅ തുഹൂറാ. എന്താണ് ഇതിന്റെ അർത്ഥം? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനില്ല. വഅശ്ഹദു അന്ന മുഹമ്മദൻ, ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. അന്ന മുഹമ്മദൻ, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുഹു, അല്ലാഹുവിന്റെ അടിമയാണ്. റസൂലുഹു, അല്ലാഹുവിന്റെ റസൂലുമാണ്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹുവാണ്, ജഅൽ മാ, വെള്ളത്തെ അവൻ ആക്കിയിരിക്കുന്നു, തഹൂറ, ശുദ്ധിയുള്ളതാക്കിയിരിക്കുന്നു. വെള്ളത്തെ ശുദ്ധിയാക്കിയവനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്നാണ് നാം പറയുന്നത്. ഇൻഷാ അല്ലാഹ് അവിടെ മുതൽ നമുക്ക് ഇനിയും പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.